ഹായ് എവരി വൺ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുറച്ചൊന്ന് സെറ്റിലാവാൻ സമയമെടുത്ത് എൻ്റെ പുതിയ ക്ലിനിക്കിൻ്റെ ഓപ്പണിംഗ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക അല്ലേ. ഹാപ്പി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരാണ് സുഖവും സന്തോഷവും ആഗ്രഹിക്കാത്തത് അല്ലേ. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളെ പരിധി വിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മളെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് ആപ്ലിക്കബിൾ ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. നമ്പർ 1, എപ്പോഴും ബിസി ആയിരിക്കുക. ഇനി എപ്പോഴും ബിസി ആയിരിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും ടി വിയുടെ മുമ്പ് ഇരിക്കുക, ആ ബിസി അല്ല പറയുന്നത്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ബിസി ആയിരിക്കുക, മറ്റുള്ളവരെ നോക്കുന്നതല്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് പുതുതായിട്ട് നമ്മളൊരു വെറൈറ്റി ഫുഡ് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആൾക്കാർ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മക്കളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു സന്തോഷം, അത് വളരെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്ന, നല്ലൊരു എനർജി നമുക്ക് കിട്ടും. അതൊരു ഹാപ്പി ഫീലിംഗ് ആണ്. നമ്മൾ അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ സമയം അതിന് വേണ്ടിയൊക്കെ ചിലവാക്കാം കേട്ടോ. അതെല്ലാം മടി പിടിക്കാൻ പാടില്ല. നമ്പർ 2 എന്ന് പറഞ്ഞാൽ, ഈ ഒരു കുക്കിംഗ് പറഞ്ഞതുപോലെ തന്നെ ഇനി അതിൽ ഇഷ്ടമില്ലാത്ത അതൊരു എൻജോയ്മെൻറ്റാണ്. ചില ആൾക്കാർക്ക് കുക്കിംഗ് ഇഷ്ടം കാണത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യം, വീട് ക്ലീൻ ചെയ്യുക, നമ്മുടെ ഡ്രസ്സൊക്കെ നല്ലതായിട്ട് അയൺ ചെയ്ത് മടക്കിയൊക്കെ വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇൻവോൾവ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ചുമ്മാതിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുതിയ വേറെ എന്തെങ്കിലും നമുക്ക് താല്പര്യമുള്ള എന്താണ്, നിങ്ങൾ ഗാർഡനിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങോ അതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷോപ്പിംഗ്, വട്ടെവർ ഇറ്റ് ഈസ്, നമുക്ക് നമ്മുടെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എപ്പോഴും ബിസി ആയിരിക്കുക കേട്ടോ. അത് പലതരത്തിൽ വരാം, ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാതെ അങ്ങിരിക്കാൻ പാടില്ല എന്നുള്ളത് പ്രധാനമാണ്. നമ്പർ 2, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനേ പാടില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരെന്തൊക്കെ നേടി, അവർക്ക് എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്യുന്നത് നമ്മുടെ മനസ്സമാധാനം തകർക്കും. അപ്പോൾ അത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ കാണുന്ന കാഴ്ചയല്ല മറ്റൊരാളുടെ ലൈഫ്, അതിൻ്റെ ജേർണി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമുക്ക് പുറത്തുനിന്നുള്ളൊരു കാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് എന്തൊക്കെ പ്രയാസമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടിൽ അവരൊക്കെ ഹാപ്പിയാണ്, നമുക്കാണ് വിഷമം അല്ലേ. അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. അവരുടെ ലൈഫ് അറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ലൈഫ് എത്രയോ നല്ലതാണെന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കമ്പയർ ചെയ്യാൻ പാടില്ല. അറ്റ് സെയിം ടൈം നമ്മൾ നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മളെന്നും രാവിലെ എണീക്കുന്നു, ഇതേ തന്നെ നിത്യേന ഒരേ ഇതിലല്ലാതെ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കുള്ളിൽ എന്തൊക്കെ കഴിവുണ്ട്, നമുക്കിനി അതൊക്കെ എങ്ങനെ എക്സ്പോഷർ ചെയ്യാം, കൊണ്ടുവരാം, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെ നേട്ടം ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കരിയറായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മൾ പുതിയ കോഴ്സ് പഠിക്കുകയോ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുകയോ, പുതിയ ഏരിയയിൽ നമ്മൾ അങ്ങനെ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് കഴിയും. അതിന് ഏജ് ഒന്നും ഒരു തടസ്സമല്ല. നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും വേണ്ടത്. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു മാറ്റം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു പുതിയത് നമുക്ക് ചെയ്ത് പഠിക്കാനോ, അങ്ങനെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് അല്ലേ. ചിലർ പറയും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിദ്യാഭ്യാസം വേണ്ട, നിങ്ങൾക്ക് അതില്ലെങ്കിൽ സ്കില്ലുണ്ടായാൽ മതി. വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും സ്കില്ല് വേണം എന്നില്ല. പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വിവേകവും അങ്ങനെ അതിനുള്ള കഴിവൊക്കെ നമുക്കുണ്ടാവും, തയ്ക്കാനോ. അപ്പോൾ അതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ തന്നെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്ന വിട്ട് കളയുക. പിന്നെ 3rd 1 എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞതിനെ കുറിച്ചോ ആലോചിക്കാൻ പാടില്ല. സംഭവിച്ചു പോയി, അതൊക്കെ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറയാൻ എളുപ്പമാണ് കേട്ടോ. ഞാനും പഴയതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് കൂടുതൽ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ക്ലിനിക്കൊക്കെ തുടങ്ങാൻ തന്നെ കാരണം. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വേവലാതിപ്പെടുക, അതുപോലെ ഫ്യൂച്ചറിൽ എങ്ങനെ പറ്റിക്കളയോ, ഇങ്ങനെ പറ്റുമോ, ഇത്രയും സമ്പാദിക്കേണ്ട, ഇങ്ങനെയുള്ള ഒരു ആശങ്കകളൊക്കെ വിട്ടിട്ട് ടുഡേ പ്രസൻറ്റ് ഡേ നമ്മൾ ജീവിക്കാൻ നോക്കുക. ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ലൈഫിലോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.